ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി തേങ്ങ വറുത്തരച്ച് വെച്ച നല്ല നാടൻ ചൂരക്കറിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് എങ്ങനെ മീൻകറി തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ തേങ്ങയൊക്കെ തിരുമ്മി എടുത്തിട്ടുണ്ട്. നമുക്ക് ആ തേങ്ങയിലോട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ തേങ്ങയും കറിവേപ്പിലയും ഉള്ളിയും കൂടെ ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഞാൻ തേങ്ങ വറുത്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ എടുക്കാതെ നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഒന്ന് മൂത്ത് വരണം. അപ്പോൾ നമുക്ക് കൈയെടുക്കാതെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൂടെ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 1/4 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിട്ട മസാലകളുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നതുവരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് മസാലകളൊക്കെ ചേർത്ത് കൊടുത്തത്, അല്ലെങ്കിൽ നമ്മുടെ മസാലയൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കൈ എടുക്കാതെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ മീനൊന്ന് കണ്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിന് നമുക്കൊരു കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഉണ്ടമുളകാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നല്ല മണമുള്ള ഉണ്ടമുളകാണ്. അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ പുളിയുടെ വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം.
കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. നമ്മൾ കുറച്ച് വെള്ളം കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം എല്ലാം നന്നായിട്ട് വറ്റി വരുമ്പോൾ നമ്മുടെ മീനിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് ഇതിനകത്തൊന്ന് ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ചുകൂടി വെള്ളം ഇതിനകത്ത് ചേർത്ത് കൊടുത്തത്. പിന്നെ നമുക്കിത് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മീനും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ മീൻകറി നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച ചൂരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നത് വരെ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.